ഇവനിക്ക് 2 വയസ്സിൽ ഓട്ടിസം ആണെന്നുള്ളത് നമ്മള് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുവോ? അവന് ഈ സന്തോഷം വരുമ്പോ പാട്ട് പാടും, അതുപോലെ തന്നെ തലയാട്ടും. അതാണ് അവന് സന്തോഷം വരും. അവൻ എങ്ങനെയാണ് അവന്റെ ഹാപ്പിനെസ് ആണ് ഇപ്പൊ അല്ലേ? അതെ അതെ. അത് നമ്മളിപ്പോ എന്നെ പോലെ ഒരാള് പുതിയ ആൾക്കാർ വരുന്നതൊക്കെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒരു വീട്ടിലേക്ക് പോകണതും അവനിക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്സേ, പുള്ളിറ്റുവാനാണ്, പാലക്കാടാണുള്ളത്. ഷിജുട്ടിനെ അറിയുണ്ടാവില്ല, യൂഞ്ഞാലിലെ ആടിനെ. പലരും ഇൻസ്റ്റ വഴിയൊക്കെ യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബിലുണ്ടോ? ആ, കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇൻസ്റ്റ വഴി ഒരാൾ വീഡിയോ അയച്ചു തന്നപ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റിയിട്ടുള്ളത്, ഷിജുട്ടിനെ കാണാൻ പറ്റി. പക്ഷെ അതിന്റെ മുമ്പൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആരാ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം ബാക്കി കാര്യം. ഇവന് ജനിക്കുന്ന സമയത്ത് ഇവന് ഈ വൈകല്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല മുഖത്തിന്. നോർമൽ കുട്ടികളെ പോലെ തന്നെയാണ് അവൻ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റ പറയും, എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ 2 അക്ഷരം പറയും. പിന്നെ ഈ തലയോർക്കല്, നടക്കല്, ഇരിക്കല് എല്ലാം നോർമൽ കുട്ടികളെ പോലെയാണ്. പക്ഷെ പിന്നെ ഇവന് ഈ 1.5 വയസ്സിന് ശേഷം ഇവന്റെ എല്ലാം കുറഞ്ഞു വരികയാണ്. അവന്റെ മാമയാണ് മാമയായിട്ടാണ് അവന്. നിങ്ങളാണ് ഇൻസ്റ്റയിൽ കൂടുതലൊക്കെ ആയിട്ടുള്ളത്. വീഡിയോ എടുക്കുന്നൊക്കെ സിജാസിന്റെ ഉമ്മ തന്നെയാണ്. ഉമ്മയാണല്ലേ? പേരെന്തേനും? എന്റെ പേര് ഉമ്മൈബാൻ. ഇക്കാന്റെ പേര്? എന്റെ ഒരു കബീർ. നിങ്ങള് ആങ്ങളെയും പെങ്ങളും അല്ലേ? നിങ്ങളെ പെങ്ങളെ മോനാണ് ഇപ്പത്. ഇവന് 1.5 വയസ്സില് മാമ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവനെന്താ ഇങ്ങനെ മുഖത്ത് നോക്കാത്തത്, അല്ലെങ്കിൽ വിളിച്ചാ വിളി കേൾക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഇക്ക ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സില്? 1.5 വയസ്സില്. പക്ഷെ മാമ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടികളിനെ നാളെ തൊടാനോ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല. ഒരു കുടുംബ പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട് ഈ കുട്ടിന്റെ കുറവിന് അവിടെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അധികം എൻ്റെ വീട്ടിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവനിക്ക് നല്ല കുട്ടികളായിട്ടുള്ള ഇടപഴക്കമൊന്നും ഇല്ല, അവനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളൊന്നും അടുത്ത് വരുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലും കുറച്ച് അടുത്ത വീട്ടിലെ കുട്ടികളും അങ്ങനെ കളിക്കാനും കുറച്ച് കുടുംബമായിട്ട് ഇടപഴകിയിട്ട് അങ്ങനെ ഇരിക്കണം പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം ഒരു 4 വർഷം വരെ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാനിരുന്നത്. ഞങ്ങൾ 8 മക്കളാണ്. വെള്ളം മുക്കി വിട്ടാ മതി. എവിടെ അതിലൊഴിക്കല്ലേ? ഒരു ബക്കറ്റ് ഒഴുക്കി ഇതിലൊക്കെ ഒഴിക്കുക. എല്ലാത്തിനും കുറച്ച് ഒഴിക്കും. ഇതിലൊക്കെ ഒഴിക്കൂല, മുകളിലൊക്കെ ഒഴിക്കും. മുകളിലൊക്കെ അതിലൊക്കെ ഒഴിക്കും. ഇനി ഒഴിക്കും. കുട്ടൻ വെള്ളമുണ്ട് അല്ല, മഴ വെയിലുണ്ട് നല്ലോണം അല്ലേ? അതെ അതെ. ഒരു മെടുക്കും ഉമ്മച്ചി കുട്ടിയാണോ അപ്പച്ചി കുട്ടിയാണോ ഷിജിട്ടാ? മാമാന്റെ കുട്ടിയാണ്. മാമൻ ആങ്ങളെ മാത്രമേ ഉള്ളൂ? 4 ആണും 4 പെണ്ണുമാണ്. അതിലെ 8ാമത്തെയാണ് കബീർ മാമ. അല്ല 8ാമത്തെ അല്ല, സോറി ട്ടാ. എത്ര മാമനുണ്ട്, എത്രാമത്താന്നൊന്നും അറിയണില്ല. ഞാനിന്ന് പറയാൻ വേണ്ടി വന്നത്. അതെ. ഞങ്ങൾ 8 മക്കളാണ്. അതിലെ മൂത്ത ആളാണ് ഇക്ക. 4 പെണ്ണും 4 ആണും. ഞാനാണ് 8ാമത്തത്. മോന് ചെറുപ്പത്തില് ശരിക്കും ഇത് എത്ര വയസ്സിലാണ് കാണുന്നത് ശരിക്കും ഇങ്ങനെ? ഇവന് 1.5 വയസ്സില് മാമ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവനെന്താ ഇങ്ങനെ മുഖത്ത് നോക്കാത്തത്, അല്ലെങ്കിൽ വിളിച്ചാ വിളി കേൾക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഇക്ക ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സില്? 1.5 വയസ്സില്. പക്ഷെ മാമ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടികളിനെ നാളെ തൊടാനോ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമല്ല. ഒരു കുടുംബ പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട് ഈ കുട്ടിന്റെ കുറവിന് അവിടെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഇവനെ കണ്ട ശരിക്കും നോർമൽ കുട്ടികളിനെ പോലെയാണ്. അങ്ങനെ നമുക്ക് ഒന്നും അറിയണില്ല. അപ്പൊ നമ്മ ഇപ്പൊ ചില കുട്ടികൾ വൈകി സംസാരിക്കും, അങ്ങനെയൊക്കെയാണെന്നാ വിചാരിച്ചത്. അപ്പൊ മാമ പറയുമ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാമ ഇത് നോട്ട് ചെയ്യാൻ വേണ്ടി, ഞാൻ പാലക്കാടായിരുന്നു എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്. നോട്ട് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോഴും ഇങ്ങനെ ചൂണ്ടി കാണിച്ചുകൊണ്ടേയിരിക്കും.
പിന്നെ ഞങ്ങൾ പാലക്കാടിനെ 2 ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഒരു കുഴപ്പമൊന്നും കുട്ടിക്കില്ല, അത് കുറച്ചും കൂടി ആകുമ്പോൾ അവൻ സംസാരിക്കും, കുട്ടികളുടെ കൂടെയൊക്കെ നല്ല ഇടപഴകാൻ വിട്ടാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കുട്ടിക്ക് 2 വയസ്സായി. ഇക്ക പറഞ്ഞു വീണ്ടും കുട്ടി ഭയങ്കര മോശമായി പോണല്ലോ, വീണ്ടും അവന്റെ ശ്രദ്ധയൊക്കെ കുറഞ്ഞു, നീ എന്താണ് തൃശ്ശൂർ മിഷനിൽ പോയെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോഴാണ് ഡോക്ടർ അനീഷ് ബാബു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ഞങ്ങൾ കണ്ടത്. അവർ പറഞ്ഞു കുട്ടിക്ക് അന്നൊരു ഓട്ടിസം എന്നൊക്കെ പറഞ്ഞു, എൻ്റെ ചെവിയിലൊന്നും അത് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കുട്ടിക്ക് എന്തോ ഒരു പന്തികേട് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിപ്പോൾ അറിയില്ല, നിങ്ങൾ ബാംഗ്ലൂർ നിംഹാൻസിൽ പോയി കാണിക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുന്നേ ഇവിടെ കോയമ്പത്തൂർ ബിക്കർ ഹോസ്പിറ്റലിൽ ചെവിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ചാൽ തിരിഞ്ഞേ നോക്കില്ല, അത്രയും ശ്രദ്ധയില്ലാതായി. എന്നാ മുന്നേ അങ്ങനെയല്ല, പക്ഷെ ഈ പ്രസവിച്ച് കഴിഞ്ഞ് ഈ 1.5 വയസ്സ് വരെ അവന് വിളിച്ചാൽ നോക്കും, ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മന്നല്ല ടാറ്റ പറയും. പിന്നെ ഫോണൊക്കെ ബെല്ലടിച്ച ഹലോ എന്ന് പറഞ്ഞിട്ട് എന്ത് കയ്യിൽ കിട്ടിയാലും ഹലോ എന്ന് പറയും. ആരെയും പേര് പറഞ്ഞിട്ട് 1-2 അക്ഷരം വെച്ച് പറയുകയായിരുന്നു. പിന്നെ അത് അങ്ങനെ കുറഞ്ഞു വരികയാണ്. പിന്നെ അങ്ങനെ ബാംഗ്ലൂര് ഞങ്ങള് പോയി ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ചെവിക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, കേൾവിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങള് ബാംഗ്ലൂര് പോയി. മാമൻ അന്ന് മുതൽ ഇവിടെ തന്നെയാണോ? ഇല്ല, മാമ അന്നൊന്നും ഇവിടെ ഇല്ല. പിന്നെ അങ്ങനെ ഞാൻ ബാംഗ്ലൂര് പോയി, അവിടെ എന്താണ് ഓട്ടിസം ആണെന്ന് സ്ഥിരീകരിച്ചു. പിന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഒരു 4 വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളായിട്ടുള്ള ഒരു ഇടവഴക്കങ്ങളും അങ്ങനെയൊക്കെ വരാൻ വേണ്ടി. ഞാൻ മൂത്ത മരുമകളാണ് വീട്ടില്, ഇവരാണ് മൂത്ത കുട്ടി. അവിടെ എൻ്റെ ഏട്ടന്മാരുടെ മക്കള് താത്തമാരുടെ മക്കളൊക്കെ ഉള്ള കാരണം അവനിക്ക് ആ ഒരു മാറ്റങ്ങൾ കിട്ടാൻ വേണ്ടി ഇവൻ കുട്ടികൾ കരഞ്ഞാൽ ഇവനിക്ക് ഓടും. ഒരു പേടി പോലെ പേടിയാണ്. കുട്ടികളുടെ സൗണ്ട് പിടിക്കില്ല, പടക്കത്തിന്റെ സൗണ്ട് പറ്റില്ല, അതുപോലെ തിരക്കുകൾ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു നാട്ടും പുറത്തിലൊക്കെ പോയി ഇരുന്നാലാണ് കുട്ടിയെ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ട ജീവിതമാണെന്ന് തോന്നി. അത് വേണ്ട, കൂട്ടുകുടുംബമായിട്ട് ഇരിക്കാ പറഞ്ഞ ഞാൻ അധികം എന്റെ വീട്ടിലായിരുന്നു. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അവന്റെ കുടുംബത്തിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്തിന് റെഡിയായിരുന്നു. കുട്ടി നേരാകാൻ വേണ്ടി എവിടെ വേണമെങ്കിൽ നീ പോയി പെക്കോ ഇരുന്നോ എന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എനിക്ക് എൻ്റെ അമ്മായിൻ്റെ അവൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ശിജുകുട്ടൻ നമ്മൾ പുറത്തിരുന്നിട്ട് ഭയങ്കര സൗണ്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോകാൻ തന്നെ അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എണീറ്റുണ്ട്, ഊഞ്ഞാലിന്ന് എണീറ്റിട്ടുണ്ട്. ശിജുകുട്ട വാ വാ. ശിജുകുട്ടൻ്റെ ആരാധകർ ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഒരു ഹായ് പറഞ്ഞേ ശിജുകുട്ടനെ, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് ടാറ്റു എടുത്ത്. അതെ 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 അതെ. അവൻ അകത്തേക്ക് ഇരുന്നപ്പോ ഒന്നുകൂടി ഹാപ്പി ആയി തോന്നുന്നുണ്ടല്ലേ? എനിക്കിപ്പോ എന്നെ പറ്റി പലവരും ഇങ്ങനെ ചോദിക്കാനും കാണാനൊക്കെ വരുന്നുണ്ട്. പലവരും കാണുന്നുണ്ട്, ഇവനെ പൊക്കുണ്ട്, ചിലപ്പോ അങ്ങനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടാവും. ചക്കരക്കുട്ടി ഉമ്മച്ചി കുട്ടിയാണോ അപ്പച്ചി കുട്ടിയാണോ ശിജുട്ടാ? മാമാന്റെ കുട്ടിയാണ്. മാമാക്കും അതുപോലെ തന്നെ. മാമ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം ശരിക്ക്? കഴിച്ചിട്ടില്ല. അത് പിന്നെ കല്യാണം കഴിക്കില്ല, അത് ഈ മോന്റെ ചികിത്സ ഞാൻ നേരത്തെ തീരുമാനിച്ചാണ് കല്യാണം കഴിക്കില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, ബാധ്യതകള്. അപ്പൊ അത് കാരണം അങ്ങനെ കഴിക്കില്ല വെച്ച് ഇരുന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത്തിരി ഫ്രീ ആയി ഇരിക്കുമ്പോഴേക്കാണ് എല്ലാം ഫ്രീ ആയി വന്നപ്പോൾ സമയത്താണ് ഇവന്റെ ഒരു പ്രശ്നം വന്നത്. അപ്പൊ ഇവന്റെ പിന്നാലെ നിന്ന് ഇവന്നെ അങ്ങനെ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി കൂടിയാണ്. ഈ ഫുഡിലും കാര്യങ്ങളും എല്ലാത്തിലും നിങ്ങളെ കാണാൻ എനിക്ക് ഒരു 12 വയസ്സായിരിക്കുന്ന ഒരു ടൈമില് എനിക്ക് ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ദേഷ്യം പറഞ്ഞാൽ റൂമില് ഇവൻ അൽമാറിയൊക്കെ സിമ്പിളായി തള്ളിയിടും, ടിവിനെയൊക്കെ എടുത്തെറിയും, സോഫിനെയൊക്കെ എടുത്തെടുത്ത് എറിയുക. അവിടെ റൂമില് എന്തെല്ലാം കിട്ടി പറഞ്ഞാൽ അതിനെയൊക്കെ നശിപ്പിക്കുക, കത്താനെ വലിച്ചിടുക, ഒച്ചത്തിൽ സൗണ്ട് ഇടുക, എന്നെ അടിക്കുക. എനിക്ക് ഇവന്റെ കൂടെ ഒപ്പം എനിക്ക് നിൽക്കാനേ പേടിയായി, രാത്രിയൊക്കെ ഇവന്റെ കൂടെ ഉറങ്ങാനും കൂടി പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ബാംഗ്ലൂര്
നിമാൻസിലൊക്കെ കൊണ്ട് കാണിച്ചു. കാണിച്ചപ്പോ അവര് മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പൊ മരുന്ന് തന്നു പറഞ്ഞാൽ അവൻ സൈലന്റ് ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ കുട്ടിനെ ഉദ്ദേശിച്ച നിലയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എനിക്ക് വലുതാവും തോറും മരുന്നിന്റെ ഡോസ് കൂട്ടി കൂട്ടി കൊടുക്കേണ്ടി വരും. അതിന് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. നിങ്ങൾ മരുന്ന് കൊടുക്കരുത് എന്നാണ് അവര് പറഞ്ഞത് അന്ന്. മരുന്ന് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ലെവലിൽ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു മരുന്നും ഇല്ല. അങ്ങനെ ഞങ്ങള് മരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നപ്പോ ഞങ്ങള് മരുന്ന് വാങ്ങിച്ചു. എന്നിട്ട് മരുന്ന് കൊടുക്കാതെ തന്നെ ഞങ്ങൾ ഈ കുട്ടിനെ പിന്നെയാണ് ഞങ്ങള് എനിക്ക് ഇതൊക്കെ ചെയ്യണത്. പല ട്രെയിനിങ്ങൾ വീട്ടിൽ കൊടുക്കുന്ന എല്ലാ എക്സസൈസ് കൊടുക്കും, നടക്കാൻ കൊണ്ടുപോകും. എന്നിട്ടും 1 വർഷത്തോളം 1.5 വർഷത്തോളം ഇതിങ്ങനെ കടന്നു പോകുന്നത് കൂടി കൂടി വരികയാണ്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇരുത്താനൊക്കെ എനിക്ക് പേടിയായിരുന്നു. ഇവന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇതിനെക്കാളും തടി ഉണ്ടായിരുന്നു. എത്ര 110 എന്തോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇക്ക എന്റെ കൂടെ അങ്ങനെ വന്നത്. മാമൻ വന്നത്. പിന്നെ ഇവന് ഒരു സാധനം എന്തെങ്കിലും കട്ട് ചെയ്യാൻ ഇതൊന്നും അറിയില്ല ഇവന്. അപ്പൊ നമ്മളിത് കുറച്ചായിട്ട് ഇവന് എന്തെങ്കിലും വെറുതെ ഇരുത്താതെ ഇവൻ വീട്ടിൽ തന്നെ നമ്മള് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അതെ. വെറുതെ ഇരുത്തരുത് പറഞ്ഞിട്ട് ഇവനെ ഞങ്ങള് ഉള്ളി തൊലിക്കാനായാലും തുണി ഉണക്കാനായാലും മിറ്റം അടിച്ചു വാരാന് പച്ചക്കറി കട്ട് ചെയ്യാന് വീട്ടിലെ പാത്രം കഴുകാന് അങ്ങനെ എല്ലാ പണിയും ചെറിയ രീതിയിൽ ഇവനൊന്നും അറിയില്ല. ഇതൊന്നും ചെയ്യാൻ വരൂല്ല. ഇപ്പൊ ഈ പിന്നെ ഇതിൽ പോകുന്നത് നമ്മൾ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവനിക്ക് അറിയൊക്കെ ചെയ്യും. അവനറിയും. കുറ്റം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് രണ്ടു തരും. അവനെല്ലാം അറിയും. ഷിജുട്ടാ എന്താ എന്താ പറയണേ? കുറ്റം പറയണ്ട മോനെ? മാമനൊരുമോടുത്ത് അപ്പൊ ഉമ്മ എന്നൊക്കെ പറഞ്ഞ മനസ്സിലാവണ്ടേ ഷിജു? നീ മാമനൊരുമ്പ തരണം കേട്ടോ പോകുമ്പോ. പിന്നെ പുറത്തു കൊണ്ടുപോകലുണ്ടോ? പുറത്തോടി കൊണ്ടുപോകോ? ഇവനിക്ക് മുന്നേ ഇവനെ പുറത്ത് നമുക്ക് കൊണ്ടുപോകാനേ പറ്റില്ല. ഇവന്റെ അവനിക്ക് സൗണ്ടുകള്, ആൾത്തിരക്ക്, കല്യാണം, വേല, പൂരം അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമല്ലായിരുന്നു. ഇവന്റെ ഈ സെൻസറി ഇഷ്യൂ ഉള്ള കാരണം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ സൗണ്ടുകൾ കേൾക്കുമ്പോ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്നാലും അവനെ കൊണ്ടുപോയിട്ടാണ് മാറ്റപ്പെടുത്തിയെടുത്തത്. അപ്പൊ പുറത്തു പോയി അങ്ങനെ വാസിയും എല്ലാം പിടിക്കും. അപ്പൊ ആൾക്കാരൊക്കെ നോക്കുമ്പോ നമുക്കൊരു മാനക്കെട്ടുണ്ടാവും. ഇവരെന്താണ് എന്ന് ചോദിക്കും. അവര് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് എങ്ങനെ ഉണ്ടായി, ഈ കുട്ടി ഇത്ര വാശി പിടിക്കുമ്പോ ഇതിനെ പറ്റി ഇങ്ങനെ ഇവര് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പുറത്തു കൊണ്ടുപോകാനൊക്കെ മാനക്കെടാണ്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കിയില്ല. നമ്മൾക്ക് കുട്ടിനെ നേരാക്കി എടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ കുട്ടിനെ ലോകം കാണിച്ചു കൊടുക്കാതിരുന്ന പിന്നെ ആരാ കാണിച്ചു കൊടുക്കുക എന്നായിരുന്നു. നമ്മൾ ചെറുപ്പം മുതലേ ഇതൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവനെ എല്ലാവിടേക്കും കൊണ്ടുപോകണം, കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾ ചെറുപ്പം മുതലേ അവനെ എല്ലാവിടേക്കും കൊണ്ടുപോകും. അപ്പൊ ഇതിനൊക്കെ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ മടിച്ചിട്ടിരിക്കും. ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യമുള്ള സമയത്തൊക്കെ പുറത്ത് കൊണ്ടുപോകാൻ ഇവൻ വരില്ല. നമുക്ക് കൊണ്ടുപോയാലും വാശി പിടിക്കും, ഒന്നിനും അഡ്ജസ്റ്റ് ചെയ്യില്ല. ഒരു ഹോട്ടലിൽ പോയാലും ഒരു കല്യാണത്തിന് പോയാലും ഒന്നിനും ക്ഷമയില്ല. അപ്പോഴൊക്കെ കൂടെ വരും, ഷിജുവിന്റെ മാമ കൂടെ വരും. അങ്ങനെ ഇവന്റെ കാര്യങ്ങൾക്കൊക്കെ എന്തിനും ഒക്കെ ഉണ്ടാവും. ഉറക്കം കാര്യങ്ങളൊക്കെ മുന്നേ അതിന് ഉറക്കം ഞാൻ പറഞ്ഞ ഒരു 12 വയസ്സ് ആ ടൈമിൽ എനിക്ക് ഉറക്കവും ഉണ്ടായിരുന്നില്ല. ഉറക്കവുമില്ല, വാസിയും ദേഷ്യം ഇങ്ങനത്തെ എല്ലാ പ്രശ്നവും തന്നെ. അതിനൊക്കെയാണ് ഇവര് മരുന്ന് തരാം, പക്ഷെ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇത് പിന്നെ ഇവന്റെ മരണം വരെ നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ മരുന്ന് കൊടുക്കാതെയാണ് ഇത്രയും കാര്യങ്ങളിനെ ഇവനെ മാറ്റി കൊണ്ടുവന്നത്. ഇപ്പൊ രാത്രി ഉറങ്ങണമുണ്ട്, എനിക്കിപ്പോ വാശിയില്ല, ദേഷ്യയില്ല. മിഠായി ഇതിന്റെ അടുത്ത് ചെല്ല്. മോളോസിലെ എത്ര ക്ലാസ്സിലാ? 6th. എവിടെ സ്കൂളിലാ? എലഗന്റ് സ്കൂളിൽ. അത് പപ്പന്റെ കൂടെ ഇപ്പൊ വന്നതാണല്ലേ? ഷിജിട്ടനായിട്ട് കമ്പനിയാണ് ഈ മൂലമ്പലടി ഉണ്ടാക്കി. അങ്ങനെ ആംഗലപ്പങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ?
മതിയാ. ഷിജുവാണ് ഇവിടെ കുട്ടി, അതുകൊണ്ട് അവനെ എല്ലാവരും അതിനനുസരിച്ച് താലോചിച്ച് നിൽക്കും. അതിൻ്റെ അടുത്ത് ആരും അടിക്ക് പോവില്ല, അതിൻ്റെ അടുത്ത് പോയാൽ നടക്കൂല. അപ്പോൾ പേരെന്തേനു? HISA ഹിസ അല്ലേ? SSA ഹിസ. ഓക്കെ. പാട്ടാണ് ഷിജു. അപ്പൊ ഇത്രയൊക്കെയാണ് ഷിജുവിനെ പറ്റിയുള്ളത്. അപ്പൊ ഇവന് കുക്കിംഗ് നേരത്തെ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല. ഇവനെ ഞങ്ങള് വെറുതെ ഇരുത്തണ്ടാവട്ടെ ഇതുപോലെ ഉള്ളി തോലിക്കാനും ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ ആക്റ്റീവായിട്ട് കൊണ്ടുവരാനുള്ള ശരിക്കും. ഇല്ല, ഇവനെ വെറുതെ ഇരുത്തുമ്പോഴാണ് ഇവര് വാസിയും പുതിയ പുതിയ സ്വഭാവങ്ങളൊക്കെ ഇവര് പഠിക്കുന്നത്. വെറുതെ ടിവിന്റെ മുമ്പിൽ ഇരുന്ന് വെറുതെ ടൈം വേസ്റ്റ് ആയി പോകല്ലേ. നമ്മളിങ്ങനെ സ്കൂൾ പഠിപ്പുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള പണികളൊന്നും നമ്മ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. സ്കൂളിൽ അങ്ങനെ പഠിപ്പിക്കും, അത് മാത്രമായിരുന്നു. ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് വീട്ടിലത്തെ പണികള് ചെയ്യിപ്പിക്കണം. അതുപോലെ കുക്കിംഗ് മാമനാണ് കൂടെ ഉള്ളത്. ആദ്യം ഞാനാണ് ഇവനിക്ക് കൊടുത്തത്. അതായത് ഇവൻ ഞാൻ പറഞ്ഞാലും ഇവൻ അനുസരിക്കുള്ളൂ. ആദ്യം മുന്നേ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അപ്പൊ എന്താണ് ഇതുപോലെ തൊലിക്കാനും മുറിക്കാനും അടിക്കാനും തുടക്കണ എല്ലാത്തിനും കൂടെ കൂട്ടും. ഇതൊന്നും ഇവൻ ഒറ്റയടിക്ക് പഠിച്ചതല്ല. ഒരുപാട് നമ്മൾ അതിന്റെ പിന്നാലെ എല്ലാ ദിവസവും കുറച്ചായി ട്രെയിനിങ് കൊടുത്തിട്ടാണ്, വർഷങ്ങളോളം ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവൻ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് യൂട്യൂബ് വീഡിയോ നമുക്ക് ചെയ്യാം എന്നുള്ളതില് അപ്പൊ ഞാൻ വീഡിയോ എടുക്കും, ഇക്ക അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ്. പിന്നെ ഇക്ക ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ ഒരു 12 വയസ്സായ സമയത്ത് ഒരു ദേഷ്യം വന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോ അങ്ങനെ ഇക്ക എന്റെ കൂടെ കൂടിയതാണ്. ഇനി പുറത്തൊക്കെ പോവാന്നില്ല അങ്ങനത്തെ വാശിയൊക്കെ ഉണ്ടോ? പോണം അങ്ങനെ പോണെന്ന് ഉണ്ട് പറഞ്ഞ ഇപ്പൊ ഇവൻ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഈ പിക്ചർ കാർഡ് വെച്ച് തൊട്ട് കാണിച്ചു തരും. പിന്നെ പിക്ചർ കാർഡ് വെച്ച് അവൻ തൊട്ട് കാണിച്ചു തരും. അതിന് ഓരോ പിക്ചർ എവിടേക്ക് പോകണം, അവന്റെ പൊന്നുമ്മ വീട്ടിക്ക് പോകണം, അല്ലെങ്കിൽ ലുലുവില് പോകണം എന്നിട്ട് തൊട്ട് കാണിച്ചു തരും. പിന്നെ അതുപോലെ മറ്റ് അതൊക്കെ വൃത്തിയായി നീറ്റായി ചെയ്യും. ഇതൊക്കെ നമ്മൾ തുടക്കം മുതലേ ഇതന്നെയാണ് അവനെ പഠിപ്പിച്ചത്. തുടക്കം മുതലേ അവനെ ഇതൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തത്. ഇത് ഒറ്റയടിക്ക് പഠിച്ചതല്ല. ഇവർക്ക് നേരത്തെ പോയാൽ കഴുകാൻ അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം ചെറിയ കുട്ടിയിലെല്ലാം അവന്റെ ട്രൗസറിൽ തന്നെയാണ് അവന്റെ എല്ലാം അപ്പൊ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മ ആ പരിശീലനം കൊടുത്ത് അതൊക്കെ ചെറിയ കുട്ടിയിൽ അവൻ പഠിച്ചു. അങ്ങനെ കാര്യങ്ങൾ കുളിക്കുന്ന അവിടെ മാത്രം ചെറിയൊരു സപ്പോർട്ട് നമ്മളുടെ ആവശ്യം വേണം. ഇത്തരം കുട്ടികളുടെ അടുത്ത് വെച്ചിട്ട് പിന്നെ കുറ്റം പറയാൻ പറ്റില്ല ആരും. അത് പറഞ്ഞവർക്ക് അറിയും. നമ്മ കുറ്റമൊന്നുമല്ലല്ലോ പറയുന്നത്, അവര് താത്തിയിട്ട് പറയാൻ പറ്റില്ല, മോശമാക്കിയിട്ട്. പിന്നെ എപ്പോഴും എന്ത് ചെയ്താലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നാലും അവര് നേരെ നിൽക്കുള്ളൂ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പോയിട്ടാവില്ലേ മാമനും ഉമ്മച്ചിക്കൊക്കെ കൊടുക്കാൻ. പിന്നെ ഇതിന്റെ അടുത്തൊക്കെ സ്നേഹത്തിൽ നിന്നാൽ മാത്രമേ നമ്മുടെ വഴിക്ക് പിന്നെ കിട്ടുള്ളൂ. ദേഷ്യത്തിൽ അത് ചെയ്യടാ പറഞ്ഞാൽ കിട്ടില്ല. വളരെ സ്നേഹത്തിൽ ഞാൻ പറയണ എന്താ അറിയോ, നമ്മള് പല വീടുകളിലും ഇങ്ങനത്തെ ഒരുപാട് മക്കള് ഓരോ മാതാപിതാക്കൾക്കൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഇതുപോലത്തെ കുട്ടികളെ, ഓട്ടിസം ഉള്ള കുട്ടികളെ ഒരിക്കലും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ ഒരിക്കലും വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോർമൽ സ്കൂളിൽ നമ്മ വിടുക. ചില ഓട്ടിസം കുട്ടികൾ നല്ല പഠിച്ച് മുന്നേറുന്നവരുണ്ട്, ചില കുട്ടികൾ പഠിക്കണമെന്നില്ല, പക്ഷെ അവര് സമൂഹമായി ജീവിക്കാൻ ഇടവഴക്കം അവർക്ക് ഉണ്ടാവും. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനും ഒക്കെ അതിനുള്ള ഒരു ഇതൊക്കെ അവർക്ക് കിട്ടും. സ്പെഷ്യൽ സ്കൂളിൽ പറയുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ഇവര് കുറച്ചും കൂടി ഇവര് മോശമായി പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇവരെ നോർമൽ സ്കൂളിൽ വിടുക. തെറാപ്പി സെന്ററിലേക്ക് പോകുകയാണെങ്കിലും അവരുടെ പേരൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന അവിടെ മാത്രം പോവുക. എന്താ പറഞ്ഞാൽ നമ്മളുടെ കൂടെയാണ് കുട്ടി കൂടുതൽ ടൈം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ട്രെയിനിങ് കിട്ടണം. അപ്പൊ അവിടെ പോയി നമ്മൾ ട്രെയിനിങ് എടുത്തിട്ട് കുട്ടീനെ നമുക്ക് നോർമൽ സ്കൂളിൽ വിട്ട് ഈ ട്രെയിനിങ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഷിജുവിനെ ഈ ലെവലില് നമ്മൾ മാറ്റിക്കൊണ്ട് വന്നത്. പക്ഷെ ഞാൻ സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. മറ്റ് എൻ്റെ അടുത്ത് ബാംഗ്ലൂര് നിംഹാൻസിൽ അവര് നോർമൽ സ്കൂളിൽ തന്നെ വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ജനങ്ങള് നമ്മൾ ചില സ്വന്തക്കാരൊക്കെ പറയും സ്പെഷ്യൽ സ്കൂളിൽ പോയാൽ മാറ്റം വരും എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ വാക്ക് കേൾക്കാണ്ട് നമ്മൾ പോവുകയാണ്.
അവിടെയും ഞാൻ കൊണ്ട് വിട്ടിട്ടുണ്ട്, നോർമൽ സ്കൂളും വിട്ടിട്ടുണ്ട്. ഇങ്ങനെ പലവടി ഞങ്ങൾ പോയിട്ടുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയണേ. നമ്മളും ഇവനെ ആദ്യമായിട്ട് കാണണം. ഒരു ഓട്ടിസം പറഞ്ഞ കുട്ടിനെ, ഇങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത കുട്ടിനെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇവര് നിന്റെ കാരണമാണ്, കുടുംബത്തിലാരും ഇല്ല. അപ്പൊ നമ്മളെ കുടുംബക്കാരും പറയുന്നുണ്ട്, അയൽവാസികളും പറയുന്നുണ്ട്, പക്ഷെ നേരിട്ട് പറയില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നമല്ല. ഇന്ന് ഇതുപോലത്തെ കുട്ടികളെ ആര് വളർത്തുന്നുണ്ടോ അവനെയൊക്കെ കുറ്റപ്പെടുത്തുന്നതാണ് കുടുംബക്കാരും വീട്ടുകാരും. നിന്റെ കാരണം കൊണ്ടാണ് കുട്ടി ഇങ്ങനെ ആയത്. ഈ ഓട്ടിസം പറഞ്ഞാൽ ഇത് ജന്മനാ ഉള്ളതാണ്. ഇത് പിന്നെ ഈ കുട്ടികളിലൊക്കെ ഇത് ഡോക്ടർമാർക്കൊന്നും ഇത് നേരത്തെ കുട്ടിയും കണ്ടുപിടിക്കാൻ പറ്റില്ല, ജനിച്ചു കഴിഞ്ഞ് പിന്നെയും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുട്ടിന്റെ ഇല്ല, മരുന്നൊന്നുമില്ല. ഇവർക്ക് തെറാപ്പിയാണ്. അതിൽ കൂടെ പിന്നെ ഒരുവിധം നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളും ഉണ്ട്. നമ്മൾ ഷിജുവിന്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ കുടുംബക്കാര് നമ്മളെ കുറ്റം പറയും നിന്റെ കാരണമാണ്. പക്ഷെ എന്താണ് പിന്നെ കണ്ട ഒരു പ്രശ്നം പറയില്ല. ഒരു നോർമൽ കുട്ടികളെ പോലെ ഇരിക്കും. വേറെ പ്രശ്നമില്ല, നിന്റെ കാരണം ടി വിന് മുമ്പിൽ ഇരുത്തി പറഞ്ഞിട്ട് അങ്ങനെ പല വേദനപ്പെടുത്താറുണ്ട് കുടുംബങ്ങളൊക്കെ. അത് എനിക്ക് മാത്രം ഉള്ളതല്ല, എന്താണ് ഇതുപോലെ മക്കളെ വളർത്തുന്ന എല്ലാവരും പറയുന്നതാണ്. അത്തരം സ്വഭാവങ്ങളൊക്കെ ജനങ്ങളുടെ മാറണം. നമ്മൾ ഒന്നാമത്തെ ഇങ്ങനത്തെ ഒരു കുട്ടി വന്നു ഭയങ്കര വേദനയിലിരിക്കണ്, അതിന്റെ ഇടയിൽ കൂടി ഈ കുടുംബക്കാരുടെ ഒരു കുത്തുവാക്കുക. അപ്പൊ നമ്മളിത് മാനസികമായി തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം ചിന്താഗതിയൊക്കെ മാറണം ജനങ്ങള്. ഇതിപ്പോ ഫാദർ ആണല്ലേ, പേരെന്തേലും? സക്കീർ. എന്ത് ചെയ്യണ്? എനിക്ക് പലചരക്കടയാണ് ഇവിടെ പാലക്കാട്. പിന്നെ 2 മക്കളാന്ന് പറഞ്ഞല്ലേ. ഇപ്രാവശ്യം ഈസനെ കണ്ടു. ഈസനെ ബാക്കിലുള്ളത് പിന്നെ പാട്ട് പാടാൻ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ടില്ല, 6th പഠിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും കാണാൻ പറ്റിയില്ല, വരാൻ പറ്റിയില്ലൊക്കെ വളരെ സന്തോഷം കേട്ടാ. മാമന്റെ പേരെന്തൂടി പറഞ്ഞു? എൻ്റെ ഒരു കബീറാണ്. കബീർ. മാമനാണ് ഷിജുട്ടിനെല്ലാം. ഏതായാലും എന്താ പറയാ, ഷിജുട്ടിന്റെ ഇതിലും ഒന്നുകൂടി ഇമ്പ്രൂവ്മെന്റ് ആയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടാ. അപ്പൊ ഇത്രയൊക്കെയാണ് ഷിജുട്ടിന്റെ കാര്യങ്ങൾ. മാമനും ഉമ്മ, പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തിലൊക്കെ ഒരുപാട് മക്കളുണ്ട് ഇതുപോലെ. മക്കള് ഓട്ടീസായിട്ടും പല പിന്നെ അംഗവൈകല്യങ്ങളായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് മക്കള്, ബുദ്ധിമാന്ദ്യത്തിലുള്ള കുട്ടികൾ. പക്ഷെ നമ്മള് ശരിക്കും അവരെ ഫ്രീ ആയിട്ട് വിടാതെ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അഭിരുചികൾ ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ അഭിരുചി ഉണ്ടാവും. ചിലപ്പോ പിന്നെ പല കലാപരമായിട്ടും കായികമായിട്ടും. അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മള് നല്ല കഴിവുള്ള കുട്ടികളാണ്. ഓട്ടിസം തന്നെ ഇവര് കടല് പോലെയാണ്. ഇവര് പലതരമാണ്. ഇവനെ പോലെ ആയിട്ടില്ല മറ്റൊരുത്തൻ. ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. നമ്മള് ഇവന്റെ ലിസ്റ്റാണ് കുറ്റം പറയണ്ട. അതിനങ്ങനെയല്ല. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ കുട്ടികളെ കാണുന്ന സമയത്ത് കുട്ടികളെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലരെ ഒഴിച്ചിടാ ചെയ്യല്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവരെ മൈൻഡ് ചെയ്യില്ല, അവർക്കുള്ള കെയറിങ് കൊടുക്കൂല, അവരങ്ങനല്ലേ, അവരങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുള്ള നിലക്ക്. പക്ഷെ ഇത്ര കുട്ടികളൊക്കെ നമ്മൾ പല രീതിയിലും വളർത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചിലർക്ക് സമയമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പല രീതിയിലാവും. എങ്കിലും ഇപ്പോ നമ്മളെന്താ പറയാ, ഷിജുട്ടിന് വളരെ ഹാപ്പിയാണ് അല്ലേ? പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടുന്നത്, ഊഞ്ഞാലാടി. പിന്നെ മോളൂസ് ഈ ഒരു ജസ്റ്റ് പാട്ട് നീ പാടി കൊടുക്കുന്നാല് പാട്ടൊന്നും അറിയില്ലല്ലേ? സിജുവിന് മാത്രമേ പാട്ടറിയുള്ളൂ. അതെ അല്ലേ? ടിവികളുടെ മൊബൈൽ നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൊബൈൽ നോക്കില്ല, ടി വി കാണും. അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈമും ടിവിന്റെ മുമ്പിലൊന്നും എത്തില്ല. എനിക്കിപ്പോ ഒഴിവൊന്നും ഇല്ല. രാവിലെ എണിച്ച ഒരു കുറച്ചു നേരം ടി വി കാണും, പിന്നെ എക്സസൈസ് ചെയ്യിപ്പിക്കും. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഓട്ടിസം പാരന്റ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ, ഇത്തരം കുട്ടികളുള്ള രക്ഷിതാക്കള് ഒരു പരിശീലകരാകണം. പരിശീലകരാകണം കോളേജിൽ പോയി പഠിക്കുകയല്ല. ഇത്തരം കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവര് നമ്മൾ വെറുതെ ഇരുത്താതെ എല്ലാ സമയത്തും എന്തെങ്കിലും പങ്കെടുപ്പിച്ചു കൊണ്ടിരിക്കുക. അത് കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. അമ്മ മാത്രമായതുകൊണ്ടില്ല, അമ്മയും അച്ഛനും അവിടെയുള്ള ആരൊക്കെ ഉണ്ടോ, വയസ്സായവരുണ്ടെങ്കിൽ അവര്, കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ഇവർക്ക് എന്തെങ്കിലും പണി കൊടുക്കുക, പരിശീലനം കൊടുക്കുക, എല്ലാത്തിനും ഉൾപ്പെടുത്തി അവരെ പരിശീലിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇവർക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് സ്കൂളിൽ വിട്ടു എൻ്റെ കയ്യിൽ പണമുണ്ട് പറഞ്ഞ് സ്പെഷ്യൽ സ്കൂളിൽ വിട്ട് ഒരു 4 വർഷം 5 വർഷം പോയി കൊണ്ട് അവിടെ നേരായൊന്നും വരില്ല. അവർക്ക് കുറച്ചു നേരം കുട്ടികളുടെ സമയം കിട്ടുള്ളൂ.
അതുകൊണ്ടൊന്നും നേരായി കിട്ടില്ല. പണം കൊണ്ടൊന്നും ഇത് മാറ്റാൻ കഴിയില്ല. എത്ര പണം ഉണ്ടെങ്കിലും മാറ്റാൻ കഴിയില്ല. നമ്മ കൂടെ നിർത്തി അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ശപഥം ചെയ്ത് നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു മോശമായി.